കർത്താവിൻ്റെ അതിമഹത്വമുള്ള നാമം ഇന്ന് പകലിലും നമ്മുടെ മധ്യേ മഹത്വപ്പെടുമാറാകട്ടെ. Let the name of the Lord be praised in our midst. രാജാതി രാജാവായ കർത്താവായ കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. The King of Kings and the Lord of Lords is in our midst today. അത് ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവജനങ്ങൾ ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. I give glory to God for ഇന്ന് all who പകലിലെ experience ശുശ്രൂഷ that. നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി അനുഗ്രഹമായി ഭവിക്കട്ടെ. Let the ministry today be a blessing and a deliverance in our lives today. ഒട്ടും മുഖവുര കൂടാതെ സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ച ഒരു ആത്മീയ ശുശ്രൂഷയിൽ പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. I want to enter into the ministry of the Word of God as is entrusted to me today. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജിയും കുടുംബത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. I thank God for Pastor Saji, Verghese Matthew and family. എൻ്റെ കുഞ്ഞുങ്ങളായ എൻ്റെ സ്നേഹിതരായ ഞാൻ പല സഭകളിൽ ഇരുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അനേകർ എന്നെ സ്നേഹിക്കുന്നവർ ഈ ചർച്ചിലുണ്ട് എന്നുള്ളതിൽ എനിക്കൊരു അഭിമാനമാണ്. അതെനിക്കൊരു ബലമാണ്. അത് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും എനിക്ക് അനുഗ്രഹമാണ്. അതിനായിട്ട് നിങ്ങളെ ഒരു പ്രാവശ്യം കൂടി ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. I thank God for all my friends and family and for all those whom I have ministered to in the past. Your presence here is a blessing to me and I thank God for all of you. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. Lord, help us all. ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊന്നും ഇന്ന് പകലിൽ പറയുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. I don't intend to കർത്താവ് profess my അനുവദിച്ചാൽ testimony today. പതിയെ ആ കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. We can get into that later. കർത്താവ് എന്നെ എങ്ങനെ നിയോഗിക്കുന്നു അതുപോലെ മാത്രമായിരിക്കും ഞാൻ നിങ്ങളുടെ മധ്യയായിരിക്കുന്നത്. I will minister as per the leadership of the ഞാൻ Holy Spirit. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വന്ന ഒരു ദൂത് തികച്ചും വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഇന്ന് പകലിൽ ഇവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ നടത്തുകയുണ്ടായി. I had prepared another message but the Holy Spirit took it in a different direction today. ഞാൻ പ്രാർത്ഥിച്ച് തയ്യാറായി വന്ന ഒരു വചനം എൻ്റെ മുൻപിലുണ്ടായിരുന്നു. There was a message that I had prayed and prepared. എന്നാൽ ഇന്ന് പകലിൽ ഇവിടെ ഇരുന്നപ്പോൾ അതല്ല പ്രസംഗിക്കേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. But the Spirit of the Lord clearly told me not to say that അതുകൊണ്ട് today. ഇന്ന് ഞാനിവിടെ സംസാരിക്കുന്ന വചനം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എൻ്റെ ചിന്തയിൽ പോലും കടന്നു വന്നിട്ടില്ലാത്ത വചനമാണ്. Today I am going to share something that has never occurred to me before. എന്തുകൊണ്ടാണ് ഇങ്ങനെ നിയോഗിക്കുന്നത് എനിക്കറിയില്ല. I don't know why the Lord is leading me as such. നിശ്ചയമായിട്ടും 3 ദിവസം തന്നോടുകൂടി ഇരുന്ന തൻ്റെ ജനത്തിൻ്റെ ആവശ്യം എന്തെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ലെങ്കിലും കർത്താവ് പറഞ്ഞു. The Lord knew what his disciples needed who had been with him for 3 days, though they themselves did not. അവർ വഴിയിൽ വെച്ച് തളർന്നു പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ അപ്പം കൊടുക്കണം. If they should not be weary on the way, then you need to give them bread. ഫിലിപ്പോസ് പറയുന്നു, കർത്താവ് ഇതെന്തൊരു അബദ്ധമാ. Philip said that, Lord, how is that possible? 200 വെള്ളിക്കാശിന് അപ്പം മേടിച്ചാൽ ഈ ജനത്തിന് എന്തുണ്ട്? 200 denaries of money would not be worth enough for them to എന്നാൽ buy. യേശു അവരോട് ചോദിക്കുന്നു, But Jesus asked them, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? what do you have? ഒരു ബാലകനെ അവരുടെ മുന്നിൽ കൊണ്ടുവന്നു. A boy came forward. അവന്റെ കയ്യിൽ 5 അപ്പമുണ്ട്. He had 5 loaves of bread, 2 മീനുണ്ട്. 2 fish. അത് മതി, നീ യേശുവിന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. That is all that Jesus needs. ഇന്ന് പകലിൽ നമുക്കുള്ളതിനെ ദൈവത്തിനെ സമർപ്പിക്കാൻ തയ്യാറായാൽ, What we have, if we commit to ഇന്ന് Jesus തിന്ന് today, തൃപ്തരാക്കുവാൻ കഴിവുള്ള ദൈവമാണ് ഇവിടെ the Lord വന്നിരിക്കുന്നത്. is able to satisfy us നിന്റെ today. ആവശ്യം അറിയുന്ന കർത്താവ്, The Lord knows our need നിന്റെ today. വിശപ്പറിയുന്ന The ദൈവം, Lord knows our ഈ hunger. പ്രദേശത്ത് എന്ത് വേണമോ നിനക്കത് ചെയ്തു തരുവാൻ What you need, He is here. ബലമുള്ള കർത്താവ് ഇന്ന് പകലിലൂടെ വന്നിട്ടുണ്ട്. The Almighty Lord is ഇന്ന് here പകലിൽ today. നിനക്ക് അല്പമായിട്ടുള്ളത് നീ അവന്റെ കയ്യിൽ ഭരമേൽപ്പിക്കാൻ തയ്യാറായാൽ, The little that you have, if you are willing to commit to Him ഇന്ന് today, പകലിൽ അതിനെ കൊണ്ട് അത്ഭുതം ചെയ്യിപ്പിക്കും. the Lord will do a miracle. എത്ര with പേര് that. വിശ്വസിക്കുന്നു? How many of us ആ believe? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ Let പറ്റുമോ? us raise our hands and ഇവിടെ praise the Lord. ധാരാളം പ്രസംഗിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. There are lots of അല്ലെങ്കിൽ messages that have എന്നേക്കാൾ been spoken here today. വിദ്യാസമ്പന്നർ, More knowledgeable people than me. വിദ്യാശ്രേഷ്ഠർ, Those who are more experienced than me. ഔന്നത്യമുള്ളവർ, ചർച്ച് ലീഡേഴ്സ്, Church leaders. ആദിയായവരൊക്കെ ഇവിടെ വന്ന് പ്രസംഗിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. Many people have ഞാൻ ministered ഇന്ന് here. പകലിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയായിരുന്നു, I was telling my kids this morning, ബലവാന്മാരെ ലജ്ജിപ്പിപ്പാൻ ബലമില്ലാത്തതിനെ തെരഞ്ഞെടുത്ത ദൈവം, the Lord chose the weak things of the world to shame the ജ്ഞാനികളെ strong. ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായതിനെ തെരഞ്ഞെടുത്ത ദൈവം, He chose the foolish to shame ഒരു the wise. കഴിവും പ്രാപ്തിയും ഇല്ലാത്ത എന്നെ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നെങ്കിൽ I who have no credentials, അതിന്റെ the Lord has brought പേരാണ് me before you. ദൈവത്തിന്റെ കൃപ. That is the grace of God. ഇന്ന്
പകലിൽ ദൈവമക്കളെ നമ്മുടെ വിദ്യാഭ്യാസമല്ല ദൈവത്തിന് വിഷയം. It is not our education or നിന്റെ credentials. ആവശ്യമാണ് ദൈവത്തിന് വിഷയം. It is our need that ഇന്ന് the Lord പകൽക്കാലം നീ തുറക്കപ്പെട്ട ഹൃദയത്തോടെ, If you open your heart ഹല്ലേലൂയ, today, മലർത്തിയ കൈകളോടെ outstretched കർത്താവിലേക്ക് നോക്കിയാൽ if you look to the ഇന്ന് Lord, പകലിലൂടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ there will be a miracle എന്റെ here today. കർത്താവിന് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ If you believe that, please ആത്മാവിൽ raise your ദൈവത്തിന് hands സ്തോത്രം and give ചെയ്തു thanks to the തുടങ്ങട്ടെ. എന്റെ ഒരു പ്രസംഗം കേട്ടിട്ട് മാർക്കിട്ടിട്ട് പോകാനാണെങ്കിൽ This is not to score the അതുകൊണ്ട് message. യാതൊരു പ്രയോജനവും നിങ്ങൾക്കോ എനിക്കോ ഉണ്ടാകുകയില്ല. That will be of no use to us. എന്നാൽ ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് പറയാം, But if we say today എന്റെ together, കർത്താവേ, Lord, നീ എന്നോട് സംസാരിക്കണമേ, speak to me, ഓ നിന്റെ ശബ്ദം എന്നെ കേൾപ്പിക്കണമേ. let me hear your ഇന്ന് voice. പകൽ എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? How many of us will എല്ലാ pray? കണ്ണുകളും ദൈവസനയിൽ അടയട്ടെ, Let us close our എല്ലാ eyes. ഹൃദയവും ദൈവസനയിൽ തുറക്കട്ടെ, Let us open our hearts. എല്ലാ കൈയും ദൈവസനയിൽ മലർക്കട്ടെ. Let us spread out our ഇന്ന് hands. പകലിൽ അല്പസമയം ആത്മാവിൽ ദൈവത്തോടെ പ്രാർത്ഥിക്കട്ടെ. Let us pray in നീ the Spirit. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ബുദ്ധി അബലമാണ്. As you ഇന്ന് pray in the പകലിൽ നിന്റെ ബുദ്ധിയല്ല പ്രവർത്തിക്കേണ്ടത്, It's not your mind. ആത്മാവാണ് It's പ്രവർത്തിക്കേണ്ടത്. the Holy Spirit. എത്ര പേര് വിശ്വസിക്കുന്നു? How many of us ഇന്ന് believe? പകലിൽ നിനക്ക് വേണ്ടി, For today, for നിന്റെ you, കുടുംബത്തിന് വേണ്ടി, For your family. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, For your children. നിന്റെ മാതാപിതാക്കൾക്കായിരിക്കുന്ന മണ്ഡലത്തിൽ For your parents' ഒരത്ഭുതം ചെയ്യുവാൻ For to എന്റെ do a miracle. യേശു വന്നിട്ടുണ്ടെന്ന് Lord is here. വിശ്വസിക്കുന്ന Jesus is here. ദൈവമക്കൾ, Let us ഓ raise our hands. അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനത്താൽ ആത്മാവ് ശക്തമായി നമ്മുടെ മധ്യേ പ്രവർത്തിക്കുവാനായി ഒരുമിച്ച് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. Let us pray that the Holy Spirit may work in our midst. ഞങ്ങളുടെ പ്രിയ കർത്താവേ, Dear Lord, അങ്ങയുടെ കരങ്ങളിലേക്ക് we into your hands, അടിയങ്ങളെയും we, നിന്റെ ജനത്തെയും your people, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. commit them and pray. അവരുടെ ആവശ്യങ്ങൾ എന്തെന്ന്, Lord, whatever are their needs, അവർക്ക് എന്താ കൊടുക്കേണ്ടതെന്ന് what is needed to be അടിയനെ given to them, അറിയത്തില്ലപ്പാ. we don't know, Lord. ഇന്ന് പകലിൽ സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവേ, All, the Lord who is all, നീ ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. you are here in our midst and we thank you. ഇന്ന് പകലിൽ ഞങ്ങളോട് ഇടപെടണമേ. Please, Lord, intervene നിന്റെ with us today. ശബ്ദത്തിനായിട്ട് അടിയങ്ങളെ സമർപ്പിക്കുന്നു. We commit ourselves to your voice. നിന്റെ വചനം അടികളുടെ നാവിന്മേൽ തരണമേ. Put your word in your അത് servant's നിന്റെ mouth. ജനത്തിന് ആശ്വാസകരമായിരിക്കാനിടയാക്കണമേ. Let it become a consolation to your people. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. Thank you for answering our prayer. ഇവിടെ കടന്നു വന്ന എല്ലാ ദൈവജനങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അടിയനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. Commit all your people into your mighty hands and bless them. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ In Jesus' name we pray. കരവും ശബ്ദവും ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗത്തിലേക്ക് ഇന്ന് പകലിൽ നമുക്ക് പ്രവേശിക്കാം. Let us Praise the turn our Lord. attention to a familiar passage of scripture. ഉത്തമഗീതം, Song of Songs, Song of Songs, chapter 2 verse 4, രണ്ടാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തന്നാൽ ഉപകാരമായിരുന്നു. അവൻ എന്നെ he brought me വീഞ്ഞു വീട്ടിലേക്ക് to the banquet house. കൂട്ടിക്കൊണ്ട് ചെന്നു. എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി His banner over സ്നേഹമായിരുന്നു. me was love. ഈ വചനത്തെ ഓർത്തെല്ലാ കരങ്ങളും ദൈവം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Let us give thanks to the Lord for this word. എല്ലാവരും ശക്തിയോടെ അവൻ എന്നെ കൂട്ടിക്കൊണ്ട് He brought me വീഞ്ഞു വീട്ടിലേക്ക് ചെന്നു. to the banqueting house. എന്റെ മീതെ അവനൊരു കൊടി പിടിച്ചു. His banner over me. ആ കൊടിയുടെ പേര് The name of the banner സ്നേഹത്തിന്റെ കൊടി. was love. സ്നേഹത്തിന്റെ കൊടി. Love. ഇന്ന് പകലിൽ നീ വന്നതല്ല, Today it's not that you came. നാം വന്നതല്ല, It's not that we came. ദൈവം നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നതാ. The Lord has brought us here എവിടേക്ക്? സ്നേഹത്തിന്റെ കൊടിക്കീഴിലേക്ക്. under His banner of love. എവിടേക്ക്? വിരുന്ന് വീട്ടിലേക്ക്. Where? To the എവിടേക്ക്? banqueting house. വീഞ്ഞു വീട്ടിലേക്ക്. The house of the ഇന്ന് banquet. പകൽ എല്ലാ ദൈവമക്കളെ ഹൃദയമായ വചനത്തിലേക്ക് അടുത്തു വരുവാൻ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ The പ്രബോധിപ്പിക്കുന്നു. Lord urges us to come closer to His word today. ദൈവത്തിന്റെ ദാസനായ ശലോമോന്റെ കാവ്യ ഗീതങ്ങളിൽ ഒന്നാണ് ഉത്തമഗീതം എന്ന് നിങ്ങൾക്കറിയാം. You know that Song of Songs is a poetic book of വേദപുസ്തകത്തിലെ കാവ്യ പുസ്തകങ്ങളിൽ അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു പുസ്തകമാണ് ഉത്തമഗീതം. one of the prime poetic books. ക്രൈസ്തവ യഹൂദന്മാരുടെ ഇടയിൽ ഈ പുസ്തകം വായിക്കുന്നതിന് പ്രായപരിധി വരെ വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. There was an age limit among the Jews for this book. കാരണം അതിനകത്ത് മെച്യൂർഡായ പ്രിയപ്പെട്ടവർ വായിച്ചാൽ മതി എന്നാണ് പൊതുവെയുള്ള വെയ്പ്പ്. Because they opine that only mature people should എന്നാൽ read this book. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം,
ഹല്ലേലൂയ. ഇന്ന് ജനിക്കുന്ന കുഞ്ഞ് തിരിച്ചറിയുവാൻ പ്രാപ്തമായവർ മുതൽ കിടക്കയിൽ കിടക്കുന്നവർക്ക് വേണ്ടിയുള്ള വചനം ഉത്തമ ഗീതത്തിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ട്. But the Holy Spirit is given to people of all ഇന്ന് ages a രാത്രി message in this നിനക്ക് book. വേണ്ടത് നീ പറക്കിക്കോണം. You should pick up what is for നമുക്ക് you. വേണ്ടത് നാം പറക്കിക്കോണം. What we need is there. പ്രൈസ് ദി ലോർഡ്. We should pick it up. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. Let us look closely. ദൈവത്തിന്റെ ദാസനായ ശലോമോൻ God's പ്രൈസ് ദി servant ലോർഡ് Solomon ഒരു കാവ്യം ഇവിടെ രചിക്കുകയാണ്. is writing a poem. അതിന്റെ ചരിത്രങ്ങളൊന്നും പറയുവാൻ ഈ അരമണിക്കൂർ കൊണ്ട് പറ്റത്തില്ല എന്ന് എനിക്കറിയാം. We are out of time to. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒട്ടും പ്രവേശിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നില്ല. I'm not getting into that. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശൂലേംകാരി എന്ന് പറയുന്ന ഒരു സ്ത്രീയോടനുബന്ധിച്ച് There is a Shunammite woman here. ശലോമോൻ രചിച്ച ഗീതങ്ങളാണ് ഈ ഗീതം. Solomon has written about her. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. അതിനകത്ത് 1-2 അധ്യായങ്ങൾ മുതൽ എല്ലാ പാഠഭാഗങ്ങളും നമ്മളോട് പറയുന്ന പല കാര്യങ്ങളുണ്ട്. From the first and second chapter onwards, there are many lessons. എന്നാൽ ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ. 2-4 വാക്യത്തിൽ നമ്മൾ വായിച്ചത്, But if we look here at chapter അവൻ 2, എന്നെ verse 4, he brought വീഞ്ഞു me വീട്ടിലേക്ക് to the banqueting house. കൂട്ടിക്കൊണ്ടുപോയി. അവൻ എൻ്റെ മീതെ പിടിച്ചിരുന്ന കൊടി പ്രൈസലോ സ്നേഹമായിരുന്നു. His banner over me was love. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, Today, praying നമ്മെ God's ദൈവം people, കൂട്ടിക്കൊണ്ടുവന്നത് എവിടേക്കാണെന്നുള്ളത് ഇന്ന് പകലിൽ നാം അറിയണം. we should know where has the Lord brought us today. ഒരിക്കലും കടന്നു വരുവാൻ യോഗ്യതയില്ലാത്തൊരിടത്തേക്ക്, We were unworthy to come here. കാല് വയ്ക്കുവാൻ ഇടം കിട്ടാത്തൊരിടത്തേക്ക്, We did not get a place to set our foot. ഒരിക്കലും നിനക്ക് പ്രവേശിക്കുവാൻ സാധ്യതയില്ലാത്തിടത്തേക്ക്, It was impossible for us to be in here. അർഹതയില്ലാത്ത ഇടത്തേക്ക്, We did not deserve to be here. ഒരിക്കലും നിനക്ക് പ്രവേശിപ്പാൻ യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്തേക്ക്, We were not qualified to be here. നിനക്ക് തനിയെ ചെന്ന് കയറുവാൻ പറ്റാത്തിടത്തേക്ക് We could never have gotten alone by ഇന്ന് ourselves. പകലിൽ ആത്മാവ് പറയുന്നു, But the Holy Spirit says നിന്റെ today, കഴിവല്ല, it's not your നിന്റെ power, പ്രാപ്തിയല്ല, it's not your ability, നിന്റെ ജ്ഞാനമല്ല, it's not your knowledge, നീ IELTS എഴുതി പാസ്സായതുകൊണ്ടല്ല, it's not your അല്ലെങ്കിൽ നിന്റെ language, പിതാക്കന്മാരുടെ നന്മ പ്രവൃത്തിയല്ല. it's not the ഇന്ന് goodness of പകലിൽ your parents, നിന്നോട് കരുണ തോന്നി it's the mercy of മറ്റു God. പല രാജ്ഞിമാരെ മാറ്റി നിർത്തിയിട്ട് Setting ഹല്ലേലൂയ, aside others, നിന്നേക്കാൾ സൗന്ദര്യമുള്ളവർ, people who were better looking than you, നിന്നേക്കാൾ ശ്രേഷ്ഠന്മാർ, those who were greater than you, നമ്മളെക്കാൾ ഔന്നത്യമുള്ളവർ, those who were higher than us, നമ്മളെക്കാൾ കുടുംബ ശ്രേഷ്ഠതയുള്ളവർ, those who were greater than ദേശത്ത് family, തേരാപ്പാറ നടക്കുമ്പോൾ when they are ഇന്ന് helpless, പകൽ ആത്മാവിൽ ഞാൻ പറയാം, let us say in the Holy നിന്നെ Spirit, ദൈവം ഇവിടെ കൊണ്ടുവന്നെങ്കിൽ, if the Lord has brought us here അല്ലെങ്കിൽ ഈ വീഞ്ഞു വീട്ടിലേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ, to this banquet house, അതിന്റെ പേരാണ് ദൈവകൃപ. that is the name of the ഹല്ലേലൂയ. grace എത്ര of പേര് God. ദൈവത്തിന് സ്തോത്രം ചെയ്യും? Let us give thanks to the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മീനിന്റെ മണം മാറാത്ത പത്രോസും The smell of fish never left Peter. സാധാരണക്കാരിൽ അസാധാരണമായി ചെയ്യുന്ന അനേക പ്രിയപ്പെട്ടവർ യേശു അടുത്ത് ചെന്നു. The Lord goes to very simple people, ഹല്ലേലൂയ. ordinary അവർക്ക് people, ഒരിക്കലും പ്രതീക്ഷയില്ലാത്തൊരു സ്ഥാനത്തേക്ക് to taking them to a place where യേശു they can never ഇറങ്ങി expect. ചെല്ലുന്നു. God goes there. വിഷണരായിരിക്കുന്ന മുക്കുവന്മാർ Sad fishermen അവരോട് ചോദിച്ചു, asked Jesus, അല്പ ഇട എനിക്ക് തരുമോ? will you give me some space? അല്പ ഇട എനിക്ക് തരുമോ? Will you give me some space? ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു കേറിക്കളാൻ പറഞ്ഞു. Peter said, Lord, get എന്തായാലും in. അവനറിയാം, തലേന്ന് ഞാനിങ്ങനെ ആ വചനം ചിന്തിപ്പിച്ചപ്പോ എന്റെ സജി പാസ്റ്റർ എന്റെ മനസ്സിൽ വന്നൊരു കാര്യം പറയാം. അന്ന് രാത്രി മീൻ കിട്ടാതിരുന്നത് എന്താണെന്നറിയാവോ? അത് യേശു കേറാനുള്ളത് കൊണ്ടാ. The reason why Peter did not catch fish that കാരണം night ഞാൻ is പറയാം. probably because Jesus had to get in next day. ഓക്കെ. യേശു കയറാനില്ലായിരുന്നെങ്കിൽ എല്ലാ ദിവസത്തെ പോലെ ആ പടകിൽ മീൻ കയറിയനെ. If Jesus had not got in like the other days, he would have got fish. എന്നാൽ തമ്പുരാൻ പറഞ്ഞു, But Jesus said, യേശു കയറേണ്ടതുകൊണ്ട് മീനിനോട് പറഞ്ഞു, നിങ്ങളൊന്നും ആരുടെ വലയിൽ കയറണ്ട. the Lord said to the fish that because Jesus is getting in, you don't പത്രോസിന്റെ get in. വലയിൽ കയറണ്ടെന്ന് ഒന്ന് പറഞ്ഞേ. That the fish should not get in because Jesus is about to get into Peter's net. ഒന്നാമത് എനിക്ക് ഇച്ചിരി സ്പീഡ് കൂടിയ ആളാണ്. രണ്ടാ ട്രാൻസ്ലേറ്റർ എത്രത്തോളം അതിനെ ഗ്രഹിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊക്കെ കുഴപ്പമില്ലല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക. എന്തായാലും ഇത് രണ്ട് ധ്രുവങ്ങളിലേക്ക് പോകുന്നോന്ന് എനിക്കൊരു സംശയം.
Praise the Lord. എൻ്റെ ആശയത്തോട് ഒത്തുവരുന്നോന്നും എനിക്കൊരു സംശയം. നിങ്ങൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടോ? Praise the Lord. ഓക്കെ, അല്പം പോരായ്മയൊക്കെ ആരംഭം കാണും, സാരമില്ല, ഞങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ് ആയിക്കോളാം. എൻ്റെ പേരെന്തോ? ജോഷുവ. Praise the Lord. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് വരാം, നമുക്ക് വചനത്തിലേക്ക് വരാം. Praise the Lord. ഹല്ലേലൂയ. അന്ന് രാത്രി ഒരു മീനിനെ പോലും ആർക്ക് കിട്ടിയില്ല. He did not get even a single fish that night. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. Why? ഹല്ലേലൂയ. അതിനകത്ത് അന്ന് യേശു കയറണം. Because Jesus had to get in that day. മീൻ കയറ്റി നാറ്റിയ പടകിലല്ല യേശു കയറേണ്ടത്. Jesus doesn't need to get into a smelly boat. യേശു കയറണമെങ്കിൽ ആ പടകിന് പോലും ഒരു വൃത്തി ഉണ്ടായിരിക്കണം. If Jesus needs to get into a boat, it needs to be clean. പത്രോസിന് അറിയത്തില്ലെങ്കിലും കർത്താവിന് അറിയായിരുന്നു. Peter doesn't know it, but the Lord knows it. പത്രോസിന് അറിയത്തില്ലെങ്കിലും മീനിന് അറിയാമായിരുന്നു. Peter doesn't know it, but the fish knew ഈ it. വലയിൽ കയറേണ്ട മീനെല്ലാം എപ്പ വലയിടുന്നോ അതിനകത്ത് ചാടി കയറാൻ വേണ്ടി തയ്യാറായി നിൽക്കുക. The fish is always ready to get into the net. ഞാൻ ഒന്നുകൂടെ പദപ്രയോഗം നിങ്ങളോട് പറയാം. Why am I saying this? എപ്പ വലയിട്ടാലും പത്രോസിന്റെ വലയിൽ ചാടി കയറാനായി തയ്യാറായി നിൽക്കുന്ന മീൻകൂട്ടം അവിടെ കാത്തു നിൽക്കുക. There was a group of fish that was ready to get into Peter's net whenever he cast it. പ്രാവശ്യം വല അതിലേക്കൂടെ പോയിട്ടും But many times when the net passed by, without the Lord saying it, they won't get in. Because of repairing the net, or by increasing its quality, or because of the situation, it is not necessary that your net might be weak, your boat might have holes, you might have weaknesses in your life. If Jesus says, if Jesus commands, if Jesus comes down for you, in your boat, definitely fish will come in. Fish will come in. Let us give glory to the Lord. Hallelujah. Arpanam cheyum atmaniyogatal alpameniki ulladalla arpanam cheyum ഓ ഉന്നതനേ തവ സേവയിൻ ജീവിതം. ഒരുമിച്ച് ഒന്നു മതി എനിക്കുലകിൽ. ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി. കരമുയർത്തി യാഗേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ. ഓ സുസ്ത്യർഹമേ തവ നാമം യാഗേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ. സുസ്ത്യർഹമേ തവ നാമം. എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു താക പോർക്കളത്തിൽ. എന്നിലും ഭക്തർ. ഓ ഹല്ലേലൂയ. ഓ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം വിരാമുമാകളിൽ ഓ കാണുന്നു ഞാൻ. ഹല്ലേലൂയ. ഓ യാഗേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ. ഓ സുസ്ത്യർഹമേ തവ നാമം. ആമേൻ. യാഗേ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ. ഓ സുസ്ത്യർ. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ദൈവജനമേ,
Give attention, Lord. ഹല്ലേലൂയ. ആ പടകിലേക്ക് നിങ്ങളൊന്ന് നോക്കിയേ. Let us look at the boat. ഹല്ലേലൂയ. വിഷണരായിരിക്കുന്ന മുക്കുവന്മാർ, Sad fishermen. ഹല്ലേലൂയ, ആ എന്ത് ചെയ്യുമെന്നറിയാതെ ഭാരപ്പെടുന്നു. They are worried about what they are going to ഇന്ന് do. പകൽ ഉപജീവനം എങ്ങനെ കഴിക്കണമെന്ന് അറിയത്തില്ല. They don't know how to do their livelihood today. അധ്വാനത്തിന്റെ പ്രതിഫലമായി കിട്ടിയത് ക്ഷീണം മാത്രം. They've got only weariness as a result of that. അധ്വാനിച്ചിട്ട് പ്രതിഫലമായി കിട്ടിയത് ഒന്നുമില്ല. They didn't get anything. ഇന്ന് പകലിൽ ഈ വചനം കേൾക്കുന്ന ചിലരോട് ആത്മാവ് പറയുന്നു, Today the Lord is speaking to those who ജീവിതത്തിൽ hear this എത്ര word. ഓടിയിട്ടും, You ran. എത്ര അധ്വാനിച്ചിട്ടും, worked. എത്ര ഓവർ ടൈം ചെയ്തിട്ടും, ഡ്യൂട്ടി ഇരട്ടി ചെയ്തിട്ടും You did double duty. ജീവിതത്തിൽ നേടുവാൻ കഴിയുന്നെങ്കിൽ But you tried to gain. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, Today the Holy Spirit tells you, യേശുവിന് ഇടം കൊടുക്കുവാൻ. give space to Jesus. യേശു നിന്റെ പടകിലുണ്ടെങ്കിൽ If Jesus is in your boat, നിന്റെ പടകിലേക്ക് ചിലതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയാണ്. the Lord will bring ഇന്ന് പകൽ something to എത്ര your boat. പേര് വിശ്വസിക്കുന്നു How many of us believe? മറ്റു പടകുകളിൽ കയറാത്ത ചിലത് Fish that do not get into the other മറ്റു boats. പടകുകൾക്ക് ക്യാച്ച് പിടിച്ചെടുക്കുവാൻ കഴിയാത്ത ചിലത്, The catch that other boats do not get. മറ്റു പടകുകളുടെ വലയിലേക്ക് കയറാത്ത ചിലവ് Things that don't get ഇന്ന് into other പകൽ people's nets. ആത്മാവ് ഞാൻ പ്രവചിക്കുന്നു. I prophesy in the നിനക്ക് Spirit of the വേണ്ടി, Lord, that for you, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, for your children, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി for your needs, ഓ യേശു കൽപ്പിക്കാൻ പോകുകയാണ്. Jesus is going to command ഇന്ന് പകൽ ഒരു വിടുതൽ ഇവിടെ വ്യാപരിക്കുവാൻ. deliverance. ഓ കഴിഞ്ഞ നാളിൽ കൈവച്ചിട്ടും What you tried in the past times, അധ്വാനിച്ചിട്ടും what you worked for, ഈ ഒത്തിരി ഓടിയിട്ടും you ran for, നേടുവാൻ പറ്റാത്ത ചിലത്, you were not able to achieve. ഓ ഹല്ലേലൂയ, ഇന്ന് പകൽ ആത്മാവ് നമുക്ക് വേണ്ടി ഇടപെടാൻ പോകുകയാണ്. Today the Lord, Spirit of the ഓ Lord is going to വായും intervene for ശബ്ദം us. ഉയർത്തി Let us കർത്താവിന് raise up our നന്ദി voices. കരയറ്റട്ടെ. ഓ ഈ ആരാധന ഒരു വിടുതലായി തീരട്ടെ. Let this worship be a ഹല്ലേലൂയ. blessing and deliverance. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞതുപോലെ Like I said വചനം yesterday, വചനമായി മാത്രം ഇരുന്നാൽ If the word remains the word, അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. It is of no ആ use. വചനം ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ, The word has ആ to do വചനം action. ഉറപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ, The word is not ഇന്ന് being പകലിൽ established. ഞാൻ വിശ്വസിക്കുന്നു, I believe അത്ഭുതങ്ങളാലും by miracles, അടയാളങ്ങളാലും by signs, വിവിധ വീര്യപ്രവർത്തികളാലും by wonders, പരിശുദ്ധാത്മാവിനെ സാക്ഷി നിർത്തി the Spirit of the ഇന്ന് Lord will പകലിൽ testify. ഞാൻ പറയട്ടെ, To ഒരത്ഭുതം ഇവിടെ നടക്കാൻ പോകുകയാണ്. miracles are going to happen. എല്ലാവരും വായി തുറന്ന് Let us open our mouths. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിൽ അത്ഭുതത്തിന് കരം ഇവിടെ നീടട്ടെ. ഓ എല്ലാ ദൈവമക്കളും ആത്മാവിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജോർജ് ഡാനിയുടെ പ്രസംഗം കേട്ടതുകൊണ്ട് എന്നാ ഗുണമുണ്ട് നിങ്ങൾക്ക്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നീ ആത്മാവിൽ ദൈവത്തോടൊന്ന് പ്രതികരിക്ക്. Respond to the Holy Spirit today. ഇന്ന് പകലിൽ ദൈവാത്മാവ് ഇടപെടുവാൻ പോകുകയാണ്. The Holy Spirit will ചില intervene today. തോൽവികളെ ദൈവം മാറ്റാൻ പോകുകയാണ്. The Lord will remove ചില certain defeats. പരാജയങ്ങളെ ദൈവം മാറ്റാൻ The പോകുകയാണ്. Lord will remove your defeats. തകർക്കപ്പെട്ടതിനെ കൊണ്ട് ദൈവം ഉപയോഗിക്കാൻ The Lord പോകുകയാണ്. will use what has been destroyed. ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Let us give glory to the Holy Spirit. ഉഡാരാ ജലര ഷൈഡാ രഞ്ജടാരാ ഓ രജി ഡിരാ ജല വൈഷേ ഓ ദൈവ മഹത്വം, ദൈവ മഹത്വം, ദൈവ മഹത്വം, ദൈവ മഹത്വം ഇവിടെ ഇറങ്ങട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. ദൈവ മഹത്വം ഇറങ്ങട്ടെ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് രാത്രി ഒന്ന് നോക്കണേ. At that Hall- night, സന്ധ്യ മുതൽ അവർ അധ്വാനിക്കുക. he is working all night. നേരം പുലർന്നു. In the morning, എടാ കടലിന്റെ അറ്റവും മൂലയും തിരിച്ചറിയാവുന്ന, he knows every nook and corner of ആഴം the sea. തിരിച്ചറിയാവുന്ന, He knows the depth. എല്ലാം നന്നായി ദീർഘനാൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവര്. He's an experienced fisherman. നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫിഷർമാന്മാരാണ്, Very experienced മുക്കുവന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് എന്തേ പടയിൽ കയറാത്തത്? Why is it not getting into the അതിന്റെ boat? പിന്നിലും തമ്പുരാൻ ഒരു പദ്ധതിയുണ്ട്. The Lord has a plan നിന്റെ behind that. തകർച്ചകൾക്ക് പിന്നിൽ ഒരു പദ്ധതിയുണ്ട്. The Lord has a plan behind നിന്റെ your രോഗത്തിന്റെ പിന്നിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. The Lord has a plan നീ for your- ചില പരീക്ഷകൾ പാസ്സാകാത്തതിന്റെ പിന്നിലും തമ്പുരാന് ചില പദ്ധതികളുണ്ട്. If you're not passing an അല്ലെങ്കിൽ exam, the Lord ജീവിതത്തിൽ has a plan for it. തകർക്കപ്പെട്ട ചില കാര്യങ്ങളിൽ നീ അയ്യം വിളിച്ചിട്ടും നിന്റെ പ്രാർത്ഥന കേൾക്കാത്തതിന്റെ പിന്നിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. The Lord has a plan, even if your prayer ആ has not been answered. പദ്ധതി ഈ ദിവസങ്ങളിൽ കാണാൻ പോകുകയാണ്. You're going to see ആ that plan. പദ്ധതി നീ അനുഭവിക്കാൻ You're going to പോകുകയാണ്. experience that plan. ഓ ഹല്ലേലൂയ. ഈ സഭ അനുഭവിക്കാൻ പോകുകയാണ്. This church is going to experience ഉടവ that. രജല റൈഷൻ നരചല. ഞാൻ കഴിഞ്ഞ രാത്രി ആത്മാവിൽ പറഞ്ഞതുപോലെ 25-ാം വർഷം
Like I said last night, the 25th ജീവിതത്തിൽ year, ഒരു വ്യത്യാസം വരുത്തുവാൻ the Lord is able to bring a difference to your life. ഈ വലയിലേക്ക് Into this net, ദൈവം ഒരുക്കി നിർത്തിയിരിക്കുന്ന the Lord has ചില prepared മീൻകൂട്ടങ്ങളെ, a great catch, ചില മത്സ്യക്കൂട്ടങ്ങളെ, a catch of fish, ഒരു പെരുത്ത മീൻകൂട്ടത്തെ a great catch of fish. ആത്മാവിൽ കാണുന്നവർ The Lord is seen in the കരങ്ങൾ Holy ഉയർത്തി ശബ്ദം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Let's give glory to the Lord. ഉടവ രജല രൈഷാഡ് ഇരച്ചടാരെ ഹാലലി എല്ലാ ദൈവമക്കളും ദൈവത്തിന് നന്ദി കരേറ്റട്ടെ, ദൈവത്തിന് സ്തുതി കരേറ്റട്ടെ. ഇന്ന് പകൽ ഒരാത്മാവിന്റെ അനക്കം, ഒരാത്മാവിന്റെ ഇളക്കം നിങ്ങളിൽ ഉണ്ടാകട്ടെ. Let there be a movement of the Holy Spirit in all of you. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു അങ്ങോട്ട് ചെന്നു. പ്രൈസ് ദി ലോർഡ്. The Lord എടാ went നീ there. ദൈവത്തിന് ഇടം കൊടുക്ക്, You give space to the Lord. ദൈവത്തിന് ഇടം കൊടുക്ക്. Give space to നിന്റെ the Lord. പടകാകുന്ന ജീവിതത്തിന്, In the boat of your നിന്റെ life. പടകാകുന്ന ജീവിതത്തിൽ In the boat of your life. യേശുവിന് കയറി കിടക്കാൻ ഇടം കൊടുക്ക്. Give space for the Lord to enter. യേശുവിന് ഇടം കൊടുക്ക്. Give room to നിന്റെ Jesus. ബുദ്ധി മാറ്റിവെക്ക്, Take away your നിന്റെ knowledge. പരിചയ സമ്പത്ത് മാറ്റിവെക്ക്, Set aside your experience. എനിക്കെല്ലാം അറിയാവുന്ന ഭാവം മാറ്റിവെക്ക്. Set aside your knowledge. നമ്മുടെ അഹങ്കാര മനോഭാവം Set aside your മാറ്റിവെക്ക്. എന്തെങ്കിലും നിഗളങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിവെക്ക്. Anything else, please set നമ്മുടെ aside. എക്സ്പീരിയൻസ് ഹാൻഡ് ആണെന്ന് എനിക്ക് നിനക്ക് പറയാൻ കഴിഞ്ഞേക്കാം. What we cannot do by experience. എന്നാൽ അന്ന് രാവിലെ സമയം That morning, യേശുവിന് കയറാൻ ഇടം കൊടുത്ത പടകെ when he gave space to നീ Jesus, വെറും കൈയായി വീട്ടിലേക്ക് പോകേണ്ടി വരികയില്ല. he did not have to return. നീ വെറും empty-handed. കൈയായി വീട്ടിലേക്ക് വരികയില്ല. He didn't go എന്റെ empty-handed. ദൈവം നിന്നെ നിറയ്ക്കാൻ പോകയാ. The Lord is about to fill us ചിലതിനെ all. കൂട്ടിക്കൊണ്ടുവരാൻ പോകയാ. The Lord is able to bring us all. നിനക്ക് വേണ്ടത് ഗലീല കടലിലുണ്ട്, What is for you നിനക്ക് is വേണ്ടത് there. കാനഡയിലുണ്ട്, It is there in നിനക്ക് Canada. വേണ്ട നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തുണ്ട്. It is there in the ഇന്ന് place പകൽ you seek. നിന്റെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുമ്പോ When you raise up your hands and ഹല്ലേലൂയ. praise the Lord. ഇന്ന് പകൽ ആത്മാവ് ഞാൻ ദൈവജനത്തോട് പറയട്ടെ, I'm saying to the Lord's അവൻ people in the Spirit, കാറ്റിനോട് കൽപ്പിക്കാൻ പോവുകയാണ്. He is going to command the അവൻ wind. മത്സ്യത്തോട് കൽപ്പിക്കാൻ പറയാണ്. He is going to command the fish. മറ്റു പലരുടെയും വലയിൽ കയറാത്തത് What is not getting into other people's nets, നിനക്ക് വേണ്ടി തമ്പുരാൻ തുറക്കാൻ പോവുകയാണ്. The Lord is going to give for ഓ you. ജീസസ്. എല്ലാവരും വായി തുറക്കട്ടെ. everybody open our mouths and pray. ഇങ്ങനെ നമ്മൾ വായിക്കുന്നു. We read like അവൻ this. ഉപദേശിച്ച് തീർന്ന ശേഷം, അവൻ ജനത്തോട് ഉപദേശിച്ച് തീർന്ന ശേഷം After he preached to the people, യേശു പത്രോസിനോട്, Jesus said to Peter, നീ നിന്റെ പടക് take your boat, നീ ഇരിക്കുന്നതിന്റെ വലത്തു ഭാഗത്തേക്ക് cast the net on the right side. നിന്റെ വല വീശാൻ പറഞ്ഞു. യേശു പറഞ്ഞു, പത്രോസ് പറയുന്ന പദപ്രയോഗം നിങ്ങൾക്കറിയാം, You know what പകൽ Peter said. പോലെ നിങ്ങൾക്കറിയാം. ഇതുകൊണ്ടാണ് വേദഭാഗത്തിലേക്ക് പ്രവേശിക്കാതെ. നാഥ, Lord, ഞങ്ങൾ രാത്രി മുഴുവൻ we worked hard all night. അധ്വാനിച്ചു, ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. We got nothing. ഇന്ന് പകൽ എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യേ. Let us all give glory to ഹല്ലേലൂയ. നാഥ, God. Lord, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ, we worked hard all night. ഞങ്ങൾക്കൊന്നുമില്ലപ്പാ, We got nothing. ഞങ്ങൾക്കൊന്നുമില്ലപ്പാ. We have nothing. കടം മാത്രമേ ഞങ്ങളുടെ മുൻപിലുള്ളൂ. We only have debt. ജീവിതത്തിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Let me കഴിഞ്ഞ ask you, ചില വർഷങ്ങൾക്ക് മുമ്പേ നീ പറഞ്ഞ പദപ്രയോഗമല്ലേ, isn't that എന്റെ what we അപ്പ said a എന്ത് few ചെയ്യണമെന്ന് years നിങ്ങൾക്ക് ago? അറിയത്തില്ല. ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത നാളുകൾ നിന്റെ മുൻപിൽ ഇല്ലായിരുന്നോ? There were times in our life where we could നീ not know how to move നിലവിളിച്ച forward. നാളുകൾ ഇല്ലായിരുന്നോ? There were such times in our lives too. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന അനേകം സഹോദരങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. There are the parents of God's അവരോടൊന്ന് people here today. ചോദിക്കണം, Ask them, ഉപവസിച്ച് എത്ര നാളുണ്ടെന്ന്, how many times did they പ്രാർത്ഥിച്ച് fast? എത്ര നാളുണ്ടെന്ന്. How many years they prayed? സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം. Brothers, let me നമ്മുടെ say, പഴയ കാര്യം ഒന്നും മറക്കരുത്. let us not forget that കാനഡയിലെ സമൃദ്ധി ഇല്ലാതിരുന്ന കാലമുണ്ട്. there were times when we were ഹല്ലേലൂയ. empty, ഗൾഫിലെ സമൃദ്ധി ഇല്ലാതിരുന്ന കാലമുണ്ട്. where we did not have the riches ജീവിതത്തിൽ of the gospel. ഒന്നുമില്ലാതെ ബിഗ് സീറോ ആയിരുന്ന കാലമുണ്ട്. When we were big ആ zeros. കാലത്ത് മുണ്ട് മുറുക്കി ഉടുത്ത്, That time we ഹല്ലേലൂയ, wore one. ഇന്ന് സുഖകരമായ AC ഉള്ള കാറുണ്ട്. Today we have ഹല്ലേലൂയ. ഒരു air-conditioned വീട്ടിൽ cars. 2-3 കാറുണ്ട്. Two or ഇവിടെ three മാത്രമല്ല, നാട്ടിൽ പോലും. Even in എന്നാൽ India, ഒരു കാര്യം, ഇതൊന്നും ഇല്ലാത്ത കാലത്തും there was a time when there was ഇവിടെ nothing. ഇരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ The parents of those who are sitting മാതാപിതാക്കൾ മുണ്ടുമുറുക്കി ഉടുത്തുകൊണ്ട് here, മൈലുകളോളം സഞ്ചരിച്ചതിന്റെ they travel far and ഒരു wide. നന്മ കൂടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്.
And that is the എത്ര പേര് blessing that is ദൈവത്തിന് upon those who സ്തോത്രം are here ചെയ്യും? today. എത്ര പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യും? Glory to God. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല, Now we don't have time to pray. We ഉപവസിക്കാൻ നേരമില്ല, don't have time to fast. നമുക്ക് അധ്വാനമേ അധ്വാനം. We don't have. we only have വേണ്ടെന്ന് ഞാൻ time to work. പറയുന്നില്ല, അധ്വാനിക്കണം. We have to work. പക്ഷെ I know, സമയം ഉള്ളിടത്തോളം but we must find time. ഹല്ലേലൂയ. എനിക്കറിയാം, രാത്രി മുഴുവൻ ജോലി ചെയ്തിട്ട് I know people. പല സഹോദരിമാർ ഇവിടെ വന്നിരിപ്പുണ്ട്, Some sisters. പല സഹോദരന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. brothers are here today. ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും, Lord will honor those who honor Him. ദൈവത്തെ ഉയർത്തുന്നവനെ ദൈവം The ഉയർത്തും. Lord will raise up those who raise Him up. ദൈവത്തിന് വേണ്ടി നിന്നാൽ If you stand ദൈവം for the Lord, നിനക്ക് വേണ്ടി നിൽക്കും. The Lord will stand for നിന്റെ you. തലമുറയ്ക്ക് വേണ്ടി The നിൽക്കും. Lord will stand for your children. ഓ, എല്ലാവരും വായി തുറന്ന് Let's open our mouths. ഉടവ രജല രക്ഷൻ ഡരച്ചടാരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പടകിന്റെ വലത്ത് ഭാഗത്തേക്ക് വല വീശാൻ പറഞ്ഞു. Cast your net on the right side. കർത്താവേ, നിനക്ക് എന്നെ അറിയാം. Lord, what do you know? നീ ഒരു ആശാരിയുടെ മോനാണ്. You're the son of a നിന്റെ carpenter. 30 വയസ്സ് വരെ ആശാരിമണി ചെയ്തയാക്ക്. You did 30 years of എടാ, carpentry. നിനക്ക് എന്താ അറിയാം കടലിനെ What do കുറിച്ച്? you know about the sea? കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും We worked hard all night ഹല്ലേലൂയ ഒന്നും കയറാത്ത കടലിലേക്ക് പറയുകയാണ്. and nothing got into ഹല്ലേലൂയ ഈ our പടക് nets. വലത്തുവശത്ത് വീശാൻ. You're telling us to cast ഹല്ലേലൂയ the net ദൈവം again. അസാധ്യങ്ങളെ സാധ്യമാക്കി തരാൻ പോകുകയാ. The Lord is going to make the ദൈവം impossible ചിലതിനെ possible. വിളിച്ചു വരുത്താൻ പോകുകയാ. The Lord is able to ദൈവം call things ചിലതിനെ that are നിന്റെ not as though they were. പടകിലേക്ക് കയറ്റാൻ തുടങ്ങിയ. He's going to bring ഇന്ന് fish പകൽ into your എത്ര net. പേര് ദൈവത്തിന് സ്തോത്രം ചെയ്യോ? Let us give ദൈവം glory to God. ചിലതിനെ കയറ്റാൻ തുടങ്ങിയാണ്. The Lord is going to അവൻ touch us. മത്സ്യത്തോട് കൽപ്പിച്ചു. He commanded the fish. ഓ ഹല്ലേലൂയ, നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. We just need to carry the presence യേശു of the Lord. പറഞ്ഞെടുത്ത് വീശിയാ മതി. Just cast your net where Jesus tells യേശു you. പറഞ്ഞെടുത്ത് വീശാൻ തയ്യാറാണെങ്കിൽ If you are ready to cast the net where Jesus tells അതിനകത്ത് us, മീനിനെ കയറ്റുവാനും എൻ്റെ യേശുവിന് കഴിയും. the Lord is able to get the fish in. ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Give glory to God. ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെ ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. Let us give glory അവൻ to the Lord. ചിലതിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയാ. He's going to bring something. എവിടത്തേക്ക്? Where? വീഞ്ഞു വീട്ടിലേക്ക്. The banquet house. വീഞ്ഞു വീട്ടിലേക്ക്. The banquet house. വേണ്ടുവോളം കുടിക്കത്തക്കവണ്ണം, Where you can drink freely. വേണ്ടുവോളം ഭുജിക്കത്തക്കവണ്ണം, Where you can eat freely. വില കൂടാതെ, ദ്രവ്യം കൂടാതെ. Without ഹല്ലേലൂയ. അവൻ നമ്മെ വീഞ്ഞുള്ള വീട്ടിലേക്ക്, to the banquet house. അവൻ നമ്മെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുകയാണ്. He's going to bring us. എത്ര പേര് ദൈവത്തിന് നന്ദി കരേറ്റും? How many of us will അതിനുവേണ്ടി നീ പണം മുടക്കണ്ട, You don't need to spend നീ money. അത്യുദ്ധാനം ചെയ്യണ്ട. You don't need to do നീ anything. അവന്റെ പിന്നിലൊന്ന് വാ. You just need to follow നിന്നെ him. ആക്കിയിരിക്കുന്ന സ്ഥാനം The place where he has put you ഏറ്റവും ശ്രേഷ്ഠകരമാണ്. is great. ഇന്ന് പകലിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, Today God's people ദൈവത്തിന് worship him. സ്തോത്രം ചെയ്യാൻ കഴിയുമോ? Let us praise the ഹല്ലേലൂയ. Lord. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരൊറ്റ കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. Let me bring one more thing ഒരു to your ദിവസം attention. ഹല്ലേലൂയ വൃദ്ധനായി. വൃദ്ധനായി Abraham became old. അബ്രഹാം വൃദ്ധനായി. തന്റെ മകനെ ഇസ്ഹാക്ക് അന്ന് വരെ വിവാഹിതനായിട്ടില്ല. But his son Isaac was not yet Praise the married. Lord. ഞാൻ ഇന്ന് പകൽ അതിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ചിന്തിക്കുന്നില്ല, എങ്കിലും ഞാനൊരു കാര്യം പറയാം. I don't intend to get in, നമ്മൾ but let me say എപ്പോഴാ one thing. വിവാഹിതരാകേണ്ടതെന്നും എപ്പോഴാ നമുക്ക് വേണ്ടി വേണ്ടതെന്നും കരുതുന്ന നല്ലൊരു അപ്പൻ നമുക്കുണ്ട് കേട്ടോ. We have a father who cares about when we need to get married, etc. ഹല്ലേലൂയ. എന്തുകൊണ്ടോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അങ്ങനെ എന്നെ നിയോഗിച്ചു വിടുന്നു. Somehow the Spirit of the Lord is guiding me as such. ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ, If you are troubled in some matter, വിശേഷാൽ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി, especially matters of marriage, കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി, family life, ജീവിതത്തിൽ നിരാശയോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, if you are, ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, the Holy Spirit tells you, നിനക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു നല്ല അപ്പച്ചനുണ്ട്. the Lord cares for you and is നിന്നെ thinking for you. ജനിപ്പിച്ച ഒരു അപ്പച്ചനുണ്ട്. There is a heavenly Father who cares നിനക്ക് for you. വേണ്ടി കരുതിയ ഒരു അപ്പച്ചനുണ്ട്. There is a heavenly ഇന്ന് Father. പകൽ അവൻ അറിയാം He knows. നിനക്ക് വേണ്ടി കരുതേണ്ടത് എവിടെ നിന്നാണെന്ന്. He knows what അത് to prepare കാനഡയിൽ for you. നിന്നാണെങ്കിൽ അവിടെ, He will take. അത് He will bring നാട്ടിൽ it to you. നിന്നാണെങ്കിൽ അവിടെ, If Kerala, then Kerala. നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. The Lord cares for you. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. Let's pay അങ്ങനെ attention. ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഹല്ലേലൂയ ഈ അബ്രഹാമിന് തോന്നുന്ന മകന് വിവാഹപ്രായമാകാൻ സമയമായി. And that's the situation where Isaac became a marriable age. അതുകൊണ്ട് അവൻ തന്റെ ദാസനായ എലിയാസനെ വിളിച്ചു. So he called his servant Eliezer. എലിയാസറേ, നീ ഒരു കാര്യം ചെയ്യ്. Do one thing. ഈ നമ്മൾ പാർക്കുന്ന ഈ ഇടത്ത് നിന്ന് എന്ത് ചെയ്യരുത്? Don't get a wife for Isaac from the place where we live. ഇസ്ഹാക്കിന് എന്താ വേണം? Isaac needs ഒരു ഭാര്യ വേണം. a wife. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം
എടുത്ത് വായിച്ചാൽ മതി. പ്രൈസ് 24 അധ്യായം മുഴുവനും അവിടെയാണ് കിടക്കുന്നത്. Genesis chapter 24 has the story. 24 അധ്യായം. എന്നാൽ അതിന്റെ 31 വാക്യം ഒരാൾക്കൊന്ന് വായിക്കാമോ? Can somebody read verse 31, Genesis chapter 24? അപ്പോൾ അവൻ ആ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? വീടും ഒട്ടകങ്ങൾക്കു സ്ഥലവും ഞാൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. അങ്ങനെ ആ പുരുഷൻ മതി. അങ്ങനെ ആ പുരുഷൻ വീട്ടിൽ ചെന്നു. Then the man came to the house. ആരാണ്? എലെയാസർ. Who is that? Eliezer. ഒരിക്കൽ അബ്രഹാം ഒരു കാര്യം പറഞ്ഞായിരുന്നു. Once Abraham had said, ഹല്ലേലൂയ. ദൈവത്തോട് ഒരു പരാതി പറഞ്ഞു. he gave a complaint to the Lord. ദൈവമേ, നീ എനിക്ക് എല്ലാം തന്നിട്ടുണ്ട്, Lord, you've given me everything, എനിക്ക് മക്കളില്ലല്ലോ. but I don't have children. ഈ കാണുന്ന എലെയാസർ, This Eliezer, അവനാണ് എനിക്കുള്ള എല്ലാത്തിന്റെയും he is going to become my heir. അവകാശി. ഞാനൊരു കാര്യം പറയാം ദൈവമക്കളെ, Let me tell you something. ദൈവം നിനക്ക് വേണ്ടി കരുതി നീ കണ്ടിട്ടില്ലെങ്കിലും Although you haven't seen what God has prepared for നിനക്കുള്ള you, നന്മകൾ എലെയാസറിനുള്ളതല്ല. your goodness is not for somebody നിനക്കുള്ള else. നന്മകൾ നിനക്കുള്ളത് തന്നെ. Your blessings are for you. ഇന്ന് പകലിൽ ഞാൻ ഒരു കാര്യം പറയാം. Let me tell you അത് something. വൈദ്യന്മാർക്ക് കൊടുത്തു തീർക്കാനല്ല, That is not to give to the അത് doctor. ലോകത്തിന് കൊടുത്തു തീർക്കാനല്ല. That is not to give to the ഇന്ന് world. പകലിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പരാജയം പറ്റിയിട്ടുണ്ടെങ്കിൽ If we have any നമുക്ക് complaints, തിരിച്ചു വരാം. പ്രൈസ് ദി ലോർഡ്. return to the Lord. എലെയാസറിനോട് അവൻ പറയുന്നു, he said to നീ Eliezer, പോയി എന്ത് ചെയ്യണം? what you must എന്റെ do, മകനായ ഇസ്ഹാക്കിന് വേണ്ടി get a wife for my ഒരു son. മകളെ നീ കണ്ടുപിടിക്കണം. Find a wife for my son. അവൻ ഒത്തിരി തടസ്സങ്ങൾ പറഞ്ഞു. He gave a lot of excuses. ഹല്ലേലൂയ. അവന് ചില ഒട്ടകങ്ങളെ പിടിച്ച് അതിനകത്തുള്ള സമ്മാനങ്ങളും കയറ്റി അവൻ എന്ത് ചെയ്തു? ദൈവം അയച്ചു. പ്രൈസ് ദി And ലോർഡ്. filled with gifts and went. അവൻ അവിടെ ചെന്നൊരു അടയാളം ചെയ്തു. അവന്റെ കിണറ്റിൻ കരയിൽ നിൽക്കുകയാണ്. ദൈവമേ, നീയാണ് എന്നെ ഇവിടെ അയച്ചതെങ്കിൽ ഞാൻ എൻ്റെ അടയാളം നിന്റെ മുന്നിൽ He വെക്കുന്നു. asked for a sign when standing at the well. ഞാൻ ഈ കിണറ്റിൻ കരയിലിരിക്കുന്നു. I am sitting at the well. ഒരു പെൺകുട്ടി ഇവിടേക്ക് വരികയും If a girl comes അവളോട് ഞാൻ പറയുന്നു, and I say to her, എനിക്ക് കുടിപ്പാൻ അല്പം വെള്ളം വേണമെന്ന് പറയുമ്പോൾ, please give me some water to drink. കുടിക്ക, Drink. നിന്റെ ഒട്ടകങ്ങൾക്കും കോരിക്കൊടുക്കാം എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് വേണ്ടത്. I will draw water for your camels too. ഇത് That is the word. പറഞ്ഞു തീരും മുൻപേ, Before he finished saying, അങ്ങനെ തന്നെയാണ് അവിടെ വായിക്കുന്നത്. That is ഇത് what it പറഞ്ഞു തീരും മുൻപേ As we ഇതാ read റിബേക്ക ആട്ടിൻകൂട്ടവുമായിട്ട് അവിടെ വരുന്നു. Rebecca is coming with a sheep ഹാലലി. കിണറ്റിന്റെ അരികിലേക്ക് ആടുകളെ വെള്ളം കുടിക്കുവാനായി വരുന്നു. to give water to the sheep. ഹാല. സമയം പോയതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രൈസലോ. ഹല്ലേലൂയ. അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രൈസലോ. അവൻ വീട്ടിലേക്ക് ചെന്നിട്ട് ഹല്ലേലൂയ. നാം ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിന്റെ 30-31 വാക്യങ്ങൾ അതാണ്. ആ 30 വാക്യം കൂടെ എൽദോസ് ബ്രദറെ ഒന്നുകൂടെ വായിച്ചാട്ടെ. Please read verse 30. ആ ആ ആ പുരുഷൻ ഇന്ന പ്രകാരം എന്നോട് പറഞ്ഞു എന്ന് ആ ആ ആ അവൻ കിണറ്റിങ്കൽ ഒട്ടകങ്ങളുടെ അരികിൽ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ആ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, Come in, O blessed of the Lord. അകത്തു വരിക. Come in. അടുത്ത വാക്യം, എന്തിന് പുറത്ത് നിൽക്കുന്നു? Why do you stand outside? ഇന്ന് പകലിൽ ദൈവസഭയോട് ദൂത് വിളിച്ചു പറയുന്നു, Today I നിങ്ങൾ command the Lord's പുറത്ത് people, നിൽക്കാനുള്ളവരിൽ അകത്ത് വരണം. you're not supposed to stand outside. Come ഹല്ലേലൂയ. in. നിങ്ങൾക്കുള്ളത് ഇവിടെ കരുതിയിട്ടുണ്ട്. Your blessing is here. എനിക്കുള്ളത് ഇവിടെ കരുതിയിട്ടുണ്ട്. What is for you is over നമുക്കുള്ളത് ഇവിടെ കരുതിയിട്ടുണ്ട്. The Lord has prepared something ഹല്ലേലൂയ. for us അവൻ here. കൂട്ടിക്കൊണ്ടുവരുന്ന ദൈവമാണ്. The Lord is the one who brings ഹല്ലേലൂയ. us here. നിന്റെ ഒട്ടകങ്ങൾക്കുള്ള തീനും The food for your camels. നിനക്കുള്ള ഫുഡും The food for you. നീ എന്തിനു വേണ്ടി ഇവിടെ വന്നോ, For whatever you came here. നിന്റെ യജമാനന്റെ മകന് വേണ്ടിയുള്ളതും For your master's son. ഉള്ളിടത്തേക്ക് ഞാൻ വിശ്വസിക്കുന്നു എലെയാസർ തനിയല്ല വന്നത്. Eliezer didn't come by himself. അന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്ന ഒരു ആത്മാവുണ്ട്.
The Holy Spirit, അന്ന് അവനെ കൂട്ടിക്കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയുണ്ട്. the faithfulness of God, അന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്ന അബ്രഹാമിന്റെ ദൈവമുണ്ട്. the God of Abraham, നീ എവിടെ പാർക്കണമെന്നും where you നീ should എവിടെ stay, ഇരിക്കണമെന്നും where you should sit, നീ എവിടാണ് ഫ്ലാറ്റ് വാങ്ങേണ്ടതെന്നും where you should buy നീ a എവിടാണ് വീട് വെക്കേണ്ടതെന്നും where you should നീ sell, എവിടാണ് ജോലി ചെയ്യേണ്ടതെന്നും where you should work, നീ ചിന്തിക്കുന്നതിനേക്കാൾ more than you think. നിനക്ക് വേണ്ടി ചിന്തിക്കുന്ന The Lord thinks ഒരു നല്ല ദൈവം ഇവിടെയുണ്ട്. for you. കരവും ശബ്ദവും ഉയർത്തി Let us give കർത്താവിന് glory to the സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, Praying God's people, ഞാൻ ദൈവജനത്തോട് പറയാം, let me tell you, എലയാസറെ നീ അറിയത്തില്ലെങ്കിലും Eliezer, you നിന്നെ don't know. ഗൈഡ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There is a God who guides നിന്നെ you. ഗൈഡ് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. There is a God who guides നീ you. ഏത് കിണറ്റിൻ കരയിലാ വരേണ്ടതെന്നും Which well you should നീ come to, ആരുടെ വീട്ടിലാ പാർക്കേണ്ടതെന്നും whose house you should stay. നിനക്കറിയത്തില്ലെങ്കിലും You don't know. എന്റെ ദൈവത്തിനറിയാം. But the Lord knows. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോകുക. The Lord is going to perform a ഹല്ലേലൂയ. miracle for you. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. me to the banquet അവൻ house. എന്റെ മീതെ പിടിച്ച കൊടി His banner over me സ്നേഹത്തിന് കൊടിയായിരുന്നു. അല്പസമയം ഒരുമിച്ച് വായു തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Let us not leave the presence യോഹന്നാൻ of God. 14:1 മുതൽ John chapter 14, ഹല്ലേലൂയ. നിങ്ങൾ എന്നിൽ വിശ്വസിപ്പീൻ, believe in me, എന്റെ പിതാവിന്റെ സന്നിധിയിൽ വിശ്വസിപ്പീൻ. believe in my Father. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. I'm going ഹല്ലേലൂയ. and it is ഞാൻ useful to you. പോയി നിങ്ങൾക്ക് വേണ്ടി I will go. സ്ഥലമൊരുക്കിയ prepare a place for you. എല്ലാ ദൈവമക്കളെ കരമുയർത്താൻ പറ്റുമോ? Let us lift up our ഞാൻ hands. പോയി നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കിയാൽ I am going to prepare a ഞാൻ place for you. ഇരിക്കുന്നിടത്ത് Where I am. നിങ്ങളെ ഇരുത്തേണ്ടതിന് There you may be അവൻ also. പിന്നെയും വന്ന് I will come നിങ്ങളെ again ചേർത്തുകൊള്ളു. to take you. എല്ലാ വായും തുറക്കട്ടെ. Let us give glory to the ഹല്ലേലൂയ. Lord. നമ്മുടെ കർത്താവ് വരാറായി. The Lord is നമ്മുടെ coming. നാഥൻ വരാറായി. Our Lord is coming soon. യേശു വരാറായി. Jesus is coming soon. എത്ര പേർ ദൈവത്തിന് സ്തോത്രം ചെയ്യും? Let us give glory to God. ഹല്ലേലൂയ. എല്ലാ കണ്ണും അടയട്ടെ. Let us close എല്ലാ our eyes. ഹൃദയവും തുറക്കട്ടെ. Let us open our hearts. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പോകുക. I am നിങ്ങൾ going. വിഷമിക്കണ്ട. You don't worry. ഞാൻ തിരിച്ചു വരും. I am coming soon എന്തിനാ? Why? നിങ്ങളെയും to take you നിങ്ങളെയും ചേർത്ത് along with me, എന്നോട് കൂടെ ഇരുത്തേണ്ടതിന് so that you may be sitting with me. എല്ലാ ദൈവമക്കളും കണ്ണുകളെ അടച്ച് ചില മിനിറ്റുകൾ ഒരുമിച്ച് വായി തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഒരു പാട്ടിന്റെ അടിയിൽ നിനക്ക് പാടുവാൻ കഴിയുമോ? കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവ ദൂതശബ്ദത്തോടും കർത്താവു തൻ ഗംഭീര ഒരുമിച്ച് പ്രധാന സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ ഓ എത്രയോ ക്ഷാമെത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം Praise the Lord. അവൻ നമ്മളെ കൂട്ടിക്കൊണ്ട് ചെല്ലും. അവൻ നമ്മെ കൂട്ടിക്കൊണ്ട് ചെല്ലും. എവിടേക്ക്? വീഞ്ഞു വീട്ടിലേക്ക്. എവിടേക്ക്? സ്നേഹത്തിന്റെ കൊടിക്കീഴിലേക്ക്. ഇന്ന് പകൽ ആ പ്രത്യാശയുള്ള ദൈവജനങ്ങൾ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. Glory to God and call ഇന്ന് on His പകലിൽ ഈ വചനവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ കർത്താവ് എനിക്ക് നൽകിയ അവസരത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കിയ കർത്തൃദാസനോടും ദൈവസഭയുള്ള നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ Thank അനുഗ്രഹിക്കട്ടെ. God for this opportunity. God bless us all.